Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മുളകൂശ്യത്തിൻ്റെ റെസിപ്പിയാണ്. മുളകൂശ്യം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം. മുളകൂശ്യം ഒത്തിരിയും പേർക്ക് അറിയത്തില്ലായിരിക്കും, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കറിയാണ്. പല ഏരിയയിലും പല പേരിലായിരിക്കാം അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/3 കപ്പ് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് വെച്ചിട്ടോ ചെറുപയർ പരിപ്പ് വെച്ചിട്ടോ ചെയ്യാം. ഇത് ഏകദേശം ഒരു 75 ഗ്രാം ഉണ്ടാവും. 1/3 കപ്പ്, 1/3 കപ്പ്. ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വേവിക്കുന്ന ടൈം ഞാൻ ചെയ്യാറുള്ളത് ഒരു വിസിൽ വന്ന ശേഷം തീ കുറച്ചൊരു 5 മിനിറ്റ് വെക്കും, അതിനുശേഷം എടുക്കും. അപ്പോൾ ഒരു വിസിൽ വന്ന ശേഷം നമ്മൾ തീ കുറച്ച് 5 മിനിറ്റ് കൂടെ വെച്ചു. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് കായ കുക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഞാനൊരു 3 ചെറിയ കായാണ്, ഏത്തക്കയാണ് യൂസ് ചെയ്തേക്കുന്നത്. വെള്ളത്തിലിട്ടില്ലെങ്കിൽ കറയാവും, അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഒരു 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഓൾറെഡി പരിപ്പ് വയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് ചേർക്കാം. ഞാൻ 2 മുളകാണ് യൂസ് ചെയ്യുന്നത്, അത് കീറിയച്ചിടാം. ഇവിടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തീ കുറച്ച് അടച്ചു വെക്കാം. ഈ കായ ഒരു പകുതി വേകുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റോളം തീ കുറച്ച് കുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഏത്തയ്ക്ക ഒരു പകുതി വെന്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കിത് ദാലിൻ്റെ കൂടെ ഒപ്പം വേണം വേവിക്കാനായിട്ട്. ദാലും ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി പരിപ്പിൻ്റെ കൂടെ കിടന്ന് കായ നന്നായിട്ട് വേവണം, അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പരിപ്പും കായും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു 7 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അപ്പോൾ കാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞു പോകേണ്ട കാര്യമില്ല, ഈ ഒരു പരുവം. ഇത് കൽച്ചട്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ തിളയ്ക്കും. അതുകൊണ്ട് ഇപ്പോൾ ഓഫ് ചെയ്യാം. ഈ ഒരു അയവിലെടുക്കാം, കാരണം ഇത് കൂളാകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിക്കാവും. അപ്പോൾ ഈ ഒരു പരുവത്തിന് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ പച്ച കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ലാസ്റ്റ് ചേർക്കും. അതാണ് ഇതിൻ്റെ മെയിൻ രുചി. നന്നായിട്ട് കറിവേപ്പില ഒന്ന് ഞെരടിയിടാം. കൂടാതെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. നമ്മൾ ഇതുവരെ എണ്ണ ചേർത്തിട്ടേ ഇല്ലല്ലോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പോൾ കൽച്ചട്ടി ആയതുകൊണ്ട് ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ബബിൾ ചെയ്യുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. സെർവ് ചെയ്യാനായിട്ട് ഈ ഒരു അയവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് ഈ മുളകൂശ്യം. ഇപ്പം നല്ല ചൂട് ചോറും മുളകൂശ്യം ഉണ്ടെങ്കിൽ നല്ല രുചിയായിട്ട് ചോറ് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈരും അല്ലെങ്കിൽ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.